ഈ ഹെവി ഫ്യൂൽ ഓയിലും ഡീസൽ ഓയിലും നമ്മുടെ എൻവറോൺമെൻറ്റിലേക്ക് കടലിലേക്ക് വരികയാണെങ്കിൽ അതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിരിക്കും. ബിക്കോസ് HFO എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടാറാണത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ 53 മീറ്റർ താഴെയാണ് കിടക്കുന്നത്. നിലവിൽ 53 മീറ്റർ പിന്നെ താഴ്ചയിൽ പോകുന്ന ഒരു കപ്പലും ലോകത്തില്ല. മാക്സിമം 25 മീറ്റർ വരെയൊക്കെ ഉള്ളൂ. 2-3 മീറ്റർ സ്വെല്ല് പ്രതീക്ഷിച്ചിട്ടാണ്, സ്വെല്ല് എന്ന് പറയുമ്പോൾ വേവ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അതൊരു 5 to 7 മീറ്റേഴ്സ് വരെ ആയി. അപ്പോൾ നമ്മൾ ടഗ് ബോട്ടിനെ അത് എടുത്തിട്ടിട്ട് ഇങ്ങനെ ടിഷും അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത്. കപ്പലിനെ മാത്രം, മുങ്ങിയ എൽസ-3യെ മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ എക്സാക്റ്റ് GPS കോർഡിനേറ്റ്സ് കണ്ടെത്തി ആ കപ്പലിൻ്റെ എങ്ങനെയാണോ അവിടെ കിടക്കുന്നത് എന്നുള്ളതിൻ്റെ 3D മാപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. മർച്ചന്റ് നേവിയിലെ ക്യാപ്റ്റൻ ജമാലാണ് ദക്യു അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. കൊച്ചിയിലെ കപ്പലപകടത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ആ സൈറ്റിൽ പോയി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി നേരെ വന്ന തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സംഭവം നടക്കുന്ന അന്ന് വൈകുന്നേരത്ത് നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊക്കെ ആദ്യം വന്നൊരു വാർത്ത, ഒരു കപ്പൽ ചെരിയുന്നു എന്ന രൂപത്തിൽ ദൃശ്യം വരുന്നു. പിന്നീട് വൈകിട്ടാണ് കപ്പൽ പൂർണ്ണമായി മുങ്ങി അതിൽ ആളുകളെ രക്ഷപ്പെടുത്തി വാർത്തകൾ വരുന്നത്. എന്താണ് നിലവിൽ കപ്പലിന്റെ സ്ഥിതി എന്നുള്ളതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കപ്പൽ ചെരിഞ്ഞു, പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി. ഇപ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ മൂപ്പര് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യാണ്. സ്റ്റാർബോർഡ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട്, സ്റ്റാർബോർഡ് സൈഡ് എന്ന് പറയുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് റെസ്റ്റ് ഇൻ പീസിലുള്ള പൊസിഷനിൽ കിടക്കുകയാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമാവുന്നത്? ബേസിക്കലി ഇതൊരു അന്വേഷണം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഒരു അസസ്മെന്റ് എന്ന് പറയാം. എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസത്തെ മർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് പിന്നെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലവർ പറയുന്നുണ്ട് സ്റ്റെപ്പായിട്ട് ഒരു പ്രൊസീജിയറാണ് ഇതിൻ്റെ ഒരു അന്വേഷണ ഭാഗമായിട്ട് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം ഇനീഷ്യൽ അസസ്മെൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇനീഷ്യൽ അസസ്മെൻറ്റിൻ്റെ ശേഷം ആ കപ്പലിൽ നിന്നും എങ്ങനെ അതിനകത്തുള്ള ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാം. അതായത് അതാണ് ഏറ്റവും വലിയ ത്രെട്ട് ഇപ്പോൾ നമുക്കുള്ളത്. കപ്പലിൽ ഞാൻ കിട്ടിയൊരു ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 400 ടൺസിൻ്റെ അടുത്ത് ഡീസൽ ഓയിലും ഹെവി ഫ്യൂൽ ഓയിലും ഉണ്ട്. ഈ ഹെവി ഫ്യൂൽ ഓയിലും ഡീസൽ ഓയിലും നമ്മുടെ എൻവറോൺമെൻറ്റിലേക്ക് കടലിലേക്ക് വരികയാണെങ്കിൽ അതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിരിക്കും. ബിക്കോസ് HFO എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടാറാണത്. ഈ ടാറിന് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് ഓയിലായിട്ട് കപ്പലിൻ്റെ എഞ്ചിനിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് പുറത്തേക്ക് വന്നാൽ ഇത് സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറിയിട്ട് കടലിൽ സ്പ്രെഡായിട്ട് നമ്മുടെ ഷോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോറിൽ നമ്മുടെ ടൂറിസം ആക്ടിവിറ്റീസൊക്കെ നിൽക്കും. മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഒരു ബോട്ടിന് പോകാൻ കഴിയില്ല, അത്രയും ടാറായിരിക്കും ജസ്റ്റ് ഉണ്ടാവും. മൊത്തത്തിലൊരു നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറത്തുള്ളൊരു നാഷണൽ ഡിസാസ്റ്ററാണ് ഈ ഫ്യൂവൽ ഓയിൽ പുറത്ത് വന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഫസ്റ്റ് കൺസേൺ ഇത് ഈ ഓയിലിനെ കപ്പലിലെടുക്കുക എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. ഈ ഓയിലിനെ വളരെ സേഫായിട്ട് എങ്ങനെ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഫസ്റ്റ് അജണ്ട. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഈ കപ്പൽ എവിടെയാണെന്ന് കണ്ടെത്തണം. അടുത്തത് രണ്ടാമത്തെ ഒരു ടീം പോയിട്ട് ഇതിന്ന് എങ്ങനെ ഈ സാധനം പുറത്തെടുക്കാമെന്ന് കണ്ടെത്തണം. പിന്നീട് ഈ ഓയിൽ എടുത്തതിന് ശേഷം അതിൽ എക്സിസ്റ്റിംഗ് റിമൈനിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം. എസ്പെഷ്യലി DG കാർഗോ ഒക്കെ ഉണ്ട്, ഡേഞ്ചറസ് ഗുഡ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്, കാൽഷ്യം കാർബൈഡ് ഒക്കെ ഉള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കണ്ടെയ്നേഴ്സിനെ എങ്ങനെ എടുക്കണം, അതിന് ഏറ്റവും ഫൈനലായിട്ടുള്ളൊരു സംഗതിയാണ് ഈ കപ്പലിനോട് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻ. റിക്കവർ ചെയ്യുന്നത് അത് ഒരു പക്ഷേ എടുക്കാൻ സാധ്യതയില്ല, അത്രയും വലിയൊരു കപ്പലല്ലേ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എടുക്കുന്നത് ചിലപ്പം എക്കണോമിക്കലി വയബിൾ ആയിക്കൊള്ളുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്റർനാഷണലി നമ്മൾ ചെയ്യുന്നൊരു പരിപാടി ആ കപ്പലിനെ റക്ക് എന്ന് പറയും, റക്ക് എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ എന്നേക്കുമായിട്ട് അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തും. ഈ റക്കായി കഴിഞ്ഞ സാധനം അവിടുന്ന് മൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മളൊരു പഠനം നടത്തും. ആ പഠനത്തിൽ ഇത് മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മരങ്ങൾ എടുക്കും. ഇൻ കേസ് അത് മൂവ് ചെയ്യില്ലെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ അതിനെ ഒരു റക്കായി ഡിക്ലെയർ ചെയ്തിട്ട് ലോകത്തുള്ള എല്ലാവരും അറിയിക്കും ഇവിടെ ഇങ്ങനെ ഒരു കപ്പൽ മുങ്ങി കിടക്കുന്നുണ്ട് എന്ന് എല്ലാവരും അറിയിക്കും. ഇപ്പം നിലവിൽ നമുക്കൊരു തൊട്ടല്ല അത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ 53 മീറ്റർ താഴെയാണ് കിടക്കുന്നത്. നിലവിൽ 53 മീറ്റർ പിന്നെ താഴ്ചയിൽ പോകുന്ന ഒരു കപ്പലും ലോകത്തില്ല. മാക്സിമം 25 മീറ്റർ വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ ജനറൽ നാവിഗേഷന് അതൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഇല്ല. അതിനകത്തുള്ള ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകളാണെങ്കിലും അതിൽ മറ്റു പ്രോഡക്റ്റുകളൊക്കെ പരിസരത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ, അത് ഈ കപ്പൽ ശാലയിലൂടെയുള്ള ഈ ഗതാഗതത്തിന് ഇതിനൊക്കെ ബാധിക്കും. 40 and above താഴെ കിടക്കുന്ന ഒരു സാധനം നമ്മൾ ഒരിക്കലും ബാധിക്കില്ല. 25-26 മീറ്റർ കൂടുതൽ ഡെപ്തിൽ പോകുന്ന ഒരു കപ്പലും ഇതുവരെ ലോകത്ത് ഡിസൈൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു കപ്പൽ ഗതാഗതത്തെ ബാധിക്കുക?
കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ ഞാൻ കണ്ടു, അയാൾ പറയുന്നുണ്ട് വരുന്ന കപ്പലുകളൊക്കെ ഇവിടെ ബ്രേക്ക് ഇടേണ്ടി വരും, പോകാൻ പറ്റില്ല, ഇവിടെ ഗതാഗതം നിൽക്കും. എന്നിട്ട് ആ മഹാൻ ഇതിനെ കമ്പയർ ചെയ്തത് സൂയസ് കനാലൊക്കെയായിട്ടാണ്. സൂയസ് കനാൽ എന്നൊക്കെ പറയുന്നത് വളരെ ഇടുങ്ങിയൊരു വഴിയാണ്, ഒരു കപ്പലിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലമുള്ളൂ. അതിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇവരെല്ലാം കൊണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അറബിക്കടൽ എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ളൊരു സീ ആണ്. അതിൽ ചെറിയ ഭാഗത്ത് ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു. അത് നിലവിൽ നിലത്ത് കിടക്കുന്ന ഒരു സാധനം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബട്ട് ബീങ് സെഡ് ദാറ്റ് ഇതിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഒരു ചെറിയ ഭീഷണിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം ജനറലി നാവിഗേറ്റ് ചെയ്യുന്ന കപ്പലുകൾക്ക് ഇതൊരു പ്രശ്നമാവില്ല. കാരണം അവിടെ കപ്പൽ ഓടിക്കുമ്പോൾ നോക്കാൻ ഒരാളുണ്ടല്ലോ, നാവിഗേറ്റിംഗ് ഓഫീസർ എന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾ റോഡിലൂടെ ഒരു ലോറി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, റോഡിലൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒബ്സ്ട്രക്ഷൻ മാറ്റി പോകും അല്ലേ? നമ്മൾ കപ്പൽ അങ്ങനെ തന്നെ ചെയ്യാറ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് നമുക്ക് ഒബ്സ്ട്രക്ഷൻ കണ്ടാൽ നമ്മൾ കപ്പലിന് ഒടിച്ച് അപ്പുറത്ത് കൂടെ പോകും. അപ്പോൾ നിലവിൽ അതൊരു വലിയ ഭീഷണിയല്ല മാരിടൈം ഈ ഒരു ചരക്ക് ഗതാഗതത്തിനും അതുപോലെ ഷിപ്പുകളുടെ മൂവ്മെന്റിനും. ഇതിന്റെ അസസ്മെന്റ് പ്രൊസീജിയർ എങ്ങനെയാണ്? നിങ്ങൾ എത്ര പേരാണ് പോയിരുന്നത്? പിന്നെ അവിടുത്തെ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കുക എങ്ങനെയാണ്? ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. ഒന്ന്, എല്ലാവർക്കും അറിയാം കപ്പൽ മറിഞ്ഞു, അത് അറിയാം, തിരിഞ്ഞു മറിഞ്ഞു പോയി അല്ലേ? അപ്പോൾ അടുത്ത് ഇത് എവിടെയാന്നൊരു ഒരു ഊഹം മാത്രമേ ഉള്ളൂ. ദൂരം നിന്ന് കണ്ടു, യെസ് അവിടെ മറിഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഗാർഡിന്റെ കപ്പലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ പോയിട്ടുണ്ട്, മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് ഈ സാധനം എവിടെ കറക്റ്റ് മുങ്ങി നിരണം, എന്നാലുള്ളൂ സാൽവേജിന് വരുന്ന കപ്പലിന് അവിടെ സ്റ്റേഷൻ ചെയ്ത് ആ കപ്പലിന് സാധനങ്ങൾ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ആദ്യത്തെ പരിപാടി ഇതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. കടലിൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് അതിൻ്റെ ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇനീഷ്യൽ അസസ്മെൻറ്റ് ടീമിൻ്റെ കമാൻഡിങ് ഓഫീസറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. നമുക്കൊരു ഏകദേശം 14 പേരുള്ളൊരു ടീമായിരുന്നു ഞങ്ങളുടേത്. അതിൽ 4 പേര് സോണാർ ടെക്നീഷ്യൻസ് ആയിരുന്നു. അവരാണ് ഈ മാപ്പിംഗ്, 3D മാപ്പിംഗ് ഒക്കെ കടലിൻ്റെ അടിഭാഗത്തിൻ്റെ മാപ്പിംഗ് ചെയ്യുന്ന ഒരു 4 ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ടെക് ബോട്ടിലെ ജീവനക്കാരുണ്ടായിരുന്നു, പിന്നെ ഞാനുമാണ് ഉണ്ടായിരുന്നത്. കപ്പലിപ്പോ ഈ താഴ്ചയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നിലക്ക് തകർച്ച നേരിടാൻ തുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും? നിലവിലെ നമ്മുടെ 3D മാപ്പിംഗ് പ്രകാരം അതിന് കാര്യമായിട്ടുള്ള ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ നേരത്തെ പല വീഡിയോയിലും കണ്ട പോലെ ഇങ്ങനെയല്ലേ നിന്നിരുന്നത്, അതേ ഫ്ലോയിൽ പോയിട്ട് ഒരു ചെരിഞ്ഞ് കിടക്കുക തന്നെയാണ്, അടിത്തട്ട് കിടക്കുകയാണ് ഇപ്പോൾ നിലവിലെ 3D മാപ്പിങ്ങിൽ നമ്മൾ കണ്ടത്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയ സമയത്തുള്ള ഒരു കാലാവസ്ഥാ സാഹചര്യം കൂടെ എങ്ങനെയായിരുന്നു? കാരണം കടൽ കുറെ കൂടെ ദിസ് വാസ് എ വെരി എന്താ പറയുക ടഫ് കോൾ ആയിരുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഒരു ഫോക്കാസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഇത് ഉണ്ടാവും എന്നുള്ളത്, ഐ മീൻ കളർ റഫാണെന്നുള്ളത്. പക്ഷേ ഇത് നമ്മളുടെ നാടിന് ഇത് അത്യാവശ്യമാണ്. ഇതിനൊരു തുടക്കം വേണമല്ലോ, നമ്മൾ അസസ് ചെയ്ത് കണ്ടെത്തി അടുത്ത പരിപാടി തുടങ്ങണമല്ലോ. അപ്പോൾ മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് ഇതിനൊരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് തീർക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 2-3 മീറ്റേഴ്സ് സ്വെല്ല് പ്രതീക്ഷിച്ചിട്ടാണ്, സ്വെല്ല് എന്ന് പറയുമ്പോൾ വേവ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അതൊരു 5 to 7 മീറ്റേഴ്സ് വരെ ആയി. അപ്പോൾ നമ്മൾ ടഗ് ബോട്ടിനെ അത് എടുത്തിട്ടിട്ട് ഇങ്ങനെ ടിഷും അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് നമ്മളെ ഇനീഷ്യൽ ടാസ്ക് അവിടെ ആ ഏരിയ മൊത്തം സർവേ ചെയ്ത് വരണം എന്നായിരുന്നു. പക്ഷേ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇൻസ്റ്റഡ് നമ്മളപ്പോൾ കപ്പലിനെ മാത്രം, മുങ്ങിയ എൽസ 3യെ മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ എക്സാക്റ്റ് GPS കോർഡിനേറ്റ്സ് കണ്ടെത്തി ആ കപ്പലിൻ്റെ എങ്ങനെയാണോ അവിടെ കിടക്കുന്നത് എന്നുള്ളതിൻ്റെ 3D മാപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതായത് ഒരു കപ്പൽ സഞ്ചാരത്തിനിടയിൽ ഒരു അപകട സാധ്യത മുന്നിൽ കാണുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു നടപടികൾ എങ്ങനെയാണ്? അതിന്റെ ഒരു പ്രൊസീജിയർ ഒന്ന് വിശദീകരിക്കും. ചിലപ്പോൾ ഇത് ഇവിടെ സംഭവിച്ചതുപോലെ ഉള്ളൊരു സംഭവമായിരിക്കാം, അതല്ലെങ്കിൽ കപ്പലിൽ തീ പിടിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് കാര്യം കപ്പലിൽ തീ പിടിക്കുക എന്നുള്ളതാണ്. കപ്പലിന് ഡാമേജ് വരാം. അങ്ങനെ ഏത് സാഹചര്യങ്ങളും വന്നാലും ആദ്യത്തെ ഒരു സംഭവം, അപ്പം അതിപ്പോൾ ഓരോ സംഗതി എടുത്ത് പറയേണ്ടി വരും. എന്നാലും ജനറലി പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു കാഷ്വാലിറ്റി, മറൈൻ കാഷ്വാലിറ്റി എന്നാണ് ഇതിനെ പറയാം. അപ്പോൾ നമ്മളിതിനെ പല സെഗ്മെൻ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ നമുക്ക് ജീവന ത്രെട്ടുള്ളതാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നമുക്ക് ഈ ഒരു കപ്പലിൽ ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കപ്പലിൻ്റെ സേഫ്റ്റിയെയും അതിലുള്ള ആൾക്കാരുടെ സേഫ്റ്റിയെയും ബാധിക്കുമോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അങ്ങനെ ബാധിക്കുമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സേഫ്റ്റി ഓഫ് ലൈഫ് എന്ന് പറയും. കപ്പലിലുള്ള ആൾക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കുക. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കപ്പലിനോടെ കളയേണ്ടി വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ അതിലുള്ള ആൾക്കാരുടെ ലൈഫാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അപകടം ഉണ്ടാകുമ്പോൾ അസസ് ചെയ്യും, ഇത് എത്ര വലിയ ഡാമേജ് ആണ് അല്ലെങ്കിൽ പ്രശ്നമാണ്, ഇത് കപ്പലിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ, കപ്പൽ ആ ഫ്ലോട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുമോ ഇല്ലയോ നോക്കും.
അപ്പോൾ അത് ബാധിക്കില്ല. കപ്പൽ ഫ്ലോട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങൂല. അവിടെ തന്നെ നിന്നിട്ട് ആ കപ്പലിനെ ശരിയാക്കാനുള്ള പണികളാണ് നമ്മൾ എടുക്കുക. ഇനി കപ്പൽ ഒരു എന്ത് ചെയ്താലും നന്നാവില്ല, ഈ സാധനം പോകാൻ പോവാണ് അല്ലെങ്കിൽ കത്തി നശിക്കാൻ പോവാണ്. നമ്മളുടെ കപ്പലിലുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ കപ്പലിന്റെ ആ സാഹചര്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ ആ കപ്പലിൽ നിന്ന് അബാൻഡൻ ഷിപ്പ് എന്ന് പറയും. കപ്പലിന്റെ കമാൻഡിങ് ആയിട്ടുള്ള ക്യാപ്റ്റൻ അബാൻഡൻ ഷിപ്പ് ഉത്തരവ് നൽകി കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് ബോട്ടും ലൈഫ് റാഫ്റ്റും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കപ്പലിനെ അവിടെ ഒഴിവാക്കിയിട്ട് നമ്മൾ ദൂരത്തേക്ക് മാറി നിൽക്കും. എന്നിട്ട് ആ സമയത്തിന് ഡിസ്ട്രസ് മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് കപ്പലിൽ. ഡിസ്ട്രസ് മെസ്സേജുകൾ അയക്കും. അപ്പോൾ കോസ്റ്റ് ഗാർഡിനെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ പിന്നെ അതിന്റെ റെസ്ക്യൂ മിഷനും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട്. കോസ്റ്റ് ഗാർഡാണ് അത് ലീഡ് ചെയ്യുന്നതിൽ ജനറലി മറൈൻ MRCC എന്ന് പറയും, മറൈൻ റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ. അത് ഓരോ രാജ്യത്തിനും ഓരോ സ്ഥലത്തിനും ബേസ് ചെയ്തിട്ടുണ്ടാവും. ചില ഭാഗത്ത് RCC ആയിരിക്കും, റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ ആയിരിക്കും. അവർ എന്തായാലും ഷോറിൽ നിന്നാണ് ഈ ഒരു റെസ്ക്യൂ കോർഡിനേറ്റ് ചെയ്യുക. ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എത്ര ദൂരത്താണ് കടലിൽ നിന്നുള്ളത്. ഈ കപ്പൽ ചെരിഞ്ഞ് താഴേക്ക് പോയ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം മേഖലയിൽ അതുപോലെ ആലപ്പുഴയിലൊക്കെ കണ്ടെയ്നറിന്റെ ഓരോ പാർട്സ് മുതൽ കണ്ടെയ്നറുകളൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ കപ്പലിൽ ഈ കണ്ടെയ്നറുകൾ ഘടിപ്പിച്ച് വെക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? യൂഷ്വലി 2 ടൈപ്പ് ലാഷിംഗ് ആണുള്ളത്. ഒന്നൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, പിന്നെ താഴേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രോസിലൊക്കെ കണക്ട് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. നിലവിൽ എല്ലാ കപ്പലിലും സ്വീകരിക്കുന്നത് ലാഷിംഗ് ഒരു കോഡ് തന്നെയുണ്ട്. ഇതൊരു സാധനം എങ്ങനെ ലാഷ് ചെയ്യണമെന്ന് ഇന്റർനാഷണൽ മറൈൻ ഓർഗനൈസേഷന്റെ ഒരു കോഡ് തന്നെയുണ്ട്. ആ കോഡിൽ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് സാധാരണ ഇന്റർനാഷണലി നമ്മളെല്ലാവരും ലാഷ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായി അവിടെ അടിത്തട്ടിൽ നമ്മൾ നേരത്തെ റെക്ക് എന്ന് പറഞ്ഞ പോലെ ഇത് ഒഴിവാക്കാം എന്ന് തീരുമാനിക്കുന്ന മൊമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഏതെങ്കിലും നിലക്ക് ആ ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, ഇത് ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടും ഭവിക്കാം. അമേരിക്കയിലൊക്കെ ചിലപ്പോൾ ആളുകൾ ഇതുപോലെ മറൈൻ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കണ്ടം ചെയ്ത കപ്പലുകളെ പർപ്പസ്ഫുള്ളി കൊണ്ടുപോയിടാറുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മത്സ്യസമ്പത്ത് കൂടാറുണ്ട്. അതിനോടനുബന്ധിച്ചൊരു മറൈൻ ഗ്രോത്ത് വരികയും പിന്നെ അതൊരു ഫിഷിംഗ് ഹെവനായിട്ടൊക്കെ മാറുന്നുണ്ട്. ചിലപ്പം നമ്മളങ്ങനെ വൃക്കായിട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് അതിനെ നമുക്ക് പിന്നീട് കിട്ടാനും സാധ്യതയുണ്ട്. അതായത് ഈ അപകട സാധ്യതയുള്ള പ്രോഡക്റ്റുകൾ അതിലുണ്ടായിരുന്നു എന്നാണ് ഇന്ത്യൻ നേവി അതുപോലെ കോസ്റ്റ് ഗാർഡൊക്കെ നിർദ്ദേശം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും കുറെ കൂടെ ഒരു ചാലഞ്ചിങ് ആയിരുന്നല്ലോ ഇപ്പൊ ഈ പരിസരത്തേക്ക് പോയി എന്നുള്ളത്. അപ്പൊ ആ ഒരു മൊത്തം മൊമെന്റ് ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അല്ല, ഇതിൽ ഇപ്പൊ നമുക്ക് അതിന്റെ അടുത്ത് ചെല്ലേണ്ട ഒരു അപകടമില്ല. കാരണം ഈ കാൽഷ്യം കാർബൈഡ് ആണെങ്കിലും കടലിന്റെ അടിയിലാണല്ലേ, അതൊരിക്കലും ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവില്ലല്ലോ. കാരണം ഈ കാൽഷ്യം കാർബൈഡ് കത്തണമെങ്കിൽ ഒരു ഇഗ്നിഷൻ ഫോം വേണ്ടേ? കടലിന്റെ അടിയിൽ ഇപ്പോൾ ഇഗ്നൈറ്റ് ചെയ്യാനുള്ള ഒന്നും ഇല്ലല്ലോ. ഇനി വെള്ളം കയറിയാലും അതിനകത്ത് ആസിഡ് ക്രിയേറ്റ് ചെയ്യുക അസെറ്റിലിൻ ഉണ്ടായാലും അസെറ്റിലും ഈ വെള്ളം കയറിയ വഴി കൂടെ തിരിച്ചു വരണമല്ലോ. ഒരു സാധനം കൂടെ പോയാലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഈ ഗ്യാസ് മുകളിലേക്ക് വന്നാലും അത് കത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു ഡേഞ്ചറസ് മൊമെന്റ് ഇപ്പോൾ ഇല്ല. അവിടെ ആകെയുള്ള ഡേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ കടലാണ്. കടലിന്റെ ഇപ്പോൾ ഭയങ്കര റഫായിട്ടുള്ളൊരു സമയമാണ്. ഈ റഫ് സീയിൽ നമ്മൾ ഒരു ബോട്ട് അല്ലെങ്കിൽ ടഗ് ബോട്ട് അല്ലെങ്കിൽ ഒരു റിസർച്ച് വെസൽ കൊണ്ട് സ്റ്റേഷൻ ചെയ്യുക എന്നുള്ളൊരു അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിൽ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ നിങ്ങൾ ഡും 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 7 മീറ്റർ താഴത്തേക്ക് മേലേക്ക് അടിക്കണമെന്ന് സങ്കല്പിച്ച് നോക്കൂ. അതായിരുന്നു നമ്മൾ നേരിട്ട ഏറ്റവും വലിയൊരു ചലഞ്ച് അവിടെ. ഏറെക്കുറെ എല്ലാവരും ഭയങ്കരമായിട്ട് അവശരായി ആ ഒരു മൊമെന്റിലൊക്കെ. ബട്ട് നമ്മൾ പോയ ആ ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്തിട്ട് വരും എന്നുള്ളൊരു വാശിപ്പുറത്ത് നമ്മളത് തിരിച്ചു വരികയാണ്. അതായത് ഈ അപകടത്തിന് ശേഷം നിങ്ങളുടെ വീഡിയോനെ കണ്ടായിരുന്നു, എന്തെല്ലാം സാധ്യതകളാണ് ഈ അപകടം ഉണ്ടാവാൻ നമുക്കൊരു മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അത് ഇന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ അപകടം ഉണ്ടായിരുന്നത്. ആ നിലക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. ഈ കപ്പല് പിന്നെ പലരും പറയുന്ന പോലെ ഒരു കപ്പല് ഒരു പോർട്ടിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി കണ്ടെയ്നർ ഷിപ്പ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് കപ്പലായിക്കോട്ടെ, നമ്മളൊരു കാർഗോ മാനിഫെസ്റ്റ് ഉണ്ടാവും. ഈ കപ്പലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത്. അത് ആ രാജ്യത്തെ ഏത് രാജ്യത്തായാലും അവിടുത്തെ കസ്റ്റംസിൻ്റെ കയ്യിൽ നമ്മൾ കൊടുത്താലുള്ളൂ നമുക്ക് പോർട്ട് ക്ലിയറൻസ് കിട്ടുക. മാസ്റ്ററുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ള നിർബന്ധമില്ല. ചില സ്പെഷ്യൽ കണ്ടെയ്നേഴ്സിന് ചില കെയർ വേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ മാസ്റ്റർ അവരോട് ചോദിക്കും, ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇതിൻ്റെ മാനിഫെസ്റ്റ് അയച്ചു തരാൻ പറയും. നിങ്ങൾ ആലോചിക്കും, ചില കപ്പൽ 24,000 40,000 കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ മാനിഫെസ്റ്റോ ക്യാപ്റ്റൻസ് സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. പക്ഷേ DGയുടെ പുള്ളിയുടെ കയ്യിലുണ്ടാവും. അതല്ലാത്ത സാധാരണ കണ്ടെയ്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ജനറലി ക്യാപ്റ്റൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല. കാരണം അതൊരു ടിഡിയസ് ടാസ്ക്കാണ്. വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിക്ക് എത്ര ദിവസമുള്ളത്? ലെസ് ദാൻ എ ഡേ. ഇത്ര ദിവസത്തിന് വേണ്ടി അയാൾ അത്രയും പേപ്പർ നോക്കിയിട്ട് അയാൾക്കെന്നെ സമയം ഉണ്ടാവില്ല. കപ്പൽ എടുക്കണം, കൊണ്ടുപോയി എത്തിക്കണം. പക്ഷേ കസ്റ്റംസിൻ്റെ കയ്യിൽ ആ കപ്പലിൽ എന്താണോ ഉള്ളത് അതിൻ്റെ കൃത്യമായ രേഖ ഉണ്ടാവും. അത് അവർ പുറത്തുവിടാത്തത് അവരുടെ ഇന്റേണൽ അല്ലെങ്കിൽ വാട്ട്സോ എവർ റീസൺസ് കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കപ്പൽ നമ്മുടെ എൽസാത്തിയുടെ കേസിൽ നിങ്ങൾ ചോദിച്ചത് നന്നായി. കഴിഞ്ഞ ദിവസം പല വീഡിയോകളിലും പല ഓൺലൈൻ വീഡിയോകളിലും പറയുന്നുണ്ട്, മറ്റൊരു വീഡിയോ യൂട്യൂബ് ചാനലിൽ ഈ കപ്പലിൽ ലോഡ് ചെയ്യുന്ന വീഡിയോ അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
നല്ല രസമുള്ളൊരു സംസാരമൊക്കെ ഉള്ള ഒരാളാണ്, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ വീഡിയോയിൽ ഈ കപ്പൽ ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളിയിലാണെന്ന് തോന്നുന്നു, അയാൾ പറയുന്നത് ഈ കപ്പൽ ഇത്രത്തോളം കപ്പലുകളുള്ള ഒരു കമ്പനിക്ക് ഈ ചെരിഞ്ഞ കപ്പൽ വീണ്ടും മറിയുമെന്ന് അറിയില്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഷിപ്പിംഗ് ഫെറ്റേണിറ്റിയിൽ ഷിപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളോട് ചോദിച്ചാലും യൂഷ്വലി ഒരു കപ്പൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിയുന്നത് വളരെ സ്വാഭാവികമാണ്. ഫോർ എക്സാമ്പിൾ, കപ്പൽ ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഒരു സാധനം ലോഡ് ചെയ്തു, ഇത് ചെരിയും, അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ നമ്മൾ കപ്പലിലെ ചീഫ് ഓഫീസർ, കാർഗോ ഓഫീസർ എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫീസറാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? അടുത്ത കാർഗോ മിക്കവാറും പ്ലാൻ പ്രകാരം അടുത്ത ലോഡ് വരുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ അത് വീണ്ടും ഓക്കെ ആവും. അങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ ലോഡിങ് സമയത്ത് ഇത് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിൽക്കും, ഇങ്ങോട്ടും പോകും അങ്ങോട്ടൊക്കെ പോകും. ബിഫോർ ഡിപ്പാർച്ചർ ഈ ഒരു സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് കപ്പൽ അവിടുന്ന് പോകുന്നതിന് മുമ്പേ കപ്പൽ എപ്പോഴും ഓപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ അതായത് രണ്ട് സൈഡിലും ചെരിവില്ലാത്ത രീതിയിലായിരിക്കും. അങ്ങനെ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബലാസ്റ്റ് വാട്ടർ എന്ന് പറയും. കപ്പലിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് കുറേ ടാങ്കുകളുണ്ട്. കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വെള്ളം നിറക്കാനുള്ള ടാങ്കുകളാണ്. ആ ടാങ്കുകളെ ബലാസ്റ്റ് ടാങ്ക്സ് എന്നാണ് പറയുക. അപ്പോൾ ആ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഈ ചെരിഞ്ഞ ചെരുവുകളെയും സ്റ്റെബിലിറ്റി ഇഷ്യൂസിനെയൊക്കെ മാറ്റുന്നത്. ഈ കണ്ടെയ്നർ ഷിപ്പിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജി എമ്മിൻ്റെ വാല്യൂ, ജി എം എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്റ്സ് കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നിശ്ചയിക്കുന്ന ഒരു വാല്യൂ ആണ് ജി എം. അങ്ങനെ കാണാം ലേമാൻ ലാംഗ്വേജിൽ. ഈ കണ്ടെയ്നർ ഷിപ്പിൻ്റെ സാധനങ്ങളൊക്കെ മേലോട്ട് ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ജി എമ്മിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു കാർഗോ ഓഫീസർ ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ, സംഗതി മനുഷ്യനാണല്ലോ ലോഡ് ചെയ്യുന്നത്, അയാളുടെ ഭാഗത്തൊരു പിഴവ് വന്നാൽ ഈ ജി എം ചിലപ്പോൾ പ്രതീക്ഷിച്ച വാല്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പം അയാൾ ആ വന്ന എററിനെ ഇഗ്നോർ ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ജി എം വാല്യൂ വേണ്ട വാല്യൂ കിട്ടിയില്ല, പോസിറ്റീവ് വാല്യൂ കിട്ടിയില്ല, ഇഗ്നോർ ചെയ്തിട്ട് അയാൾ സെയിലിൽ കപ്പലിനെ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കാം. ഒരു സെനാരിയോ ഞാൻ പറയാം. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഈ പറഞ്ഞ സമയത്ത് ഇവർ സിവിയർ ആയിട്ട് വെതർ നേരിട്ടു അല്ലേ? അപ്പോൾ ഇവരൊരു കണ്ടെയ്നർ ആയിരുന്നു പൊട്ടിപ്പോയി, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ ജി എമ്മിൻ്റെ വാല്യൂലും വ്യത്യാസം വന്നു. ആ സമയത്ത് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു പക്ഷെ എങ്ങനെ ഉണ്ടായപ്പോൾ അയാൾ ഈ പിന്നെ കപ്പലിനെ നേരെയാക്കാൻ വേണ്ടി ബലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്തിരുന്നേക്കാം, അസംഷൻസ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വാല്യൂയിൽ എത്തിയാൽ, അതായത് ജി എം 0 ആയി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ജി എം ന്യൂട്രൽ എന്നാണ് പറയാം, പോസിറ്റീവ്, ന്യൂട്രൽ, നെഗറ്റീവ്. അങ്ങനെ ജി എം ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ വേവ് അടിച്ച് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സിനെ GZ എന്നാണ് പറയുക. സാധാരണ ഇങ്ങനെ അടിച്ച് നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ കപ്പലിൽ പോകുമ്പോഴും ഇതുപോലെയൊക്കെ ആടാറുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമുക്കറിയാം നമുക്ക് നല്ല പോസിറ്റീവ് ജി എം ഉണ്ട്, പോയ സാധനം തിരിച്ചു വരും, ഉറപ്പാണ്, ഒരു സംശയമില്ല. 40 ഡിഗ്രി കഴിഞ്ഞാലും നമുക്കൊരു ടെൻഷൻ, നമ്മൾ പിടിച്ചവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ ജി എം ന്യൂട്രൽ ആണെങ്കിൽ എന്താ വെച്ചാൽ പോയ സാധനം അവിടെ നിൽക്കും, ഇങ്ങോട്ട് വരില്ല, തിരിച്ചു വരില്ല. ഇനി ഈ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു പൊസിഷനെ നമ്മൾ ആംഗിൾ ഓഫ് ലോയിൽ എന്ന് പറയും ഞങ്ങളുടെ ടെക്നിക്കൽ ടൈമിൽ. ആംഗിൾ ഓഫ് ലോയിലുള്ള ഒരു സാധനത്തിനെ തിരിച്ച് നോർമൽ കണ്ടീഷനിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ടാക്റ്റിക്കൽ ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ അതിന് സാധാരണ DB ടാങ്ക്സ് എന്ന് പറയും, ഡബിൾ ബോട്ടം ടാങ്ക്സ്, സ്ലാക്ക് ആയിട്ടുള്ള ടാങ്ക്സിനെ പ്രസ്സപ്പ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ആണ് അതൊക്കെ. പ്രസ്സപ്പ് ചെയ്യുക ബേസിക്കലി ജി എമ്മിനെ പോസിറ്റീവ്ലി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ഈ ഒരു പരിപാടി എത്ര നല്ല വിവരമുള്ള നാവിഗേറ്റർ ആണെങ്കിലും ദിസ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 6 hours മിനിമം. ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ പമ്പിൻ്റെ അവൈലബിലിറ്റി, ടാങ്കിൻ്റെ സൈസ്, സ്ലാക്കായ ടാങ്കുകൾ, ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഇത് വളരെ ക്രിട്ടിക്കൽ ഓപ്പറേഷനാണ്. ഇതിൽ നമ്മളൊരു അബദ്ധം കാണിച്ചാൽ ഈ ന്യൂട്രൽ ആയിട്ടുള്ള ജി എം നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആയാലും ഒരു വേവ് അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം താഴും, ക്യാപ്സൈസിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കപ്പൽ താഴ്ന്നു പോകും. ഒരു കാരണം ഇതാവാം. ഇപ്പം നിലവിൽ പിന്നെ നമ്മളുടെ മെർക്കനിൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസ് റിലീസ് വെച്ചിട്ട് ഇതാണ് അവരും അസ്യൂം ചെയ്യുന്ന ബലാസ്റ്റ് ഓപ്പറേഷനിൽ വന്ന ഒരു പിഴവ് കൊണ്ടാണ് കപ്പൽ മുങ്ങിയതെന്നാണ് അവർ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഇറങ്ങി വന്ന ക്രൂവിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അവർ ഈ ഒരു പ്രസ് റിലീസ് നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി മറ്റുള്ള കാരണങ്ങൾ നമ്മളുടെ അസംഷൻസിന് അവിടെ ഒരു സാധ്യതയില്ല. കാരണം അവർ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ കെയിം ടു ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, ഇതാണ് കാരണം എന്നുള്ളത്. ഈ ബലാസ് ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ രീതി എങ്ങനെയാണെന്നുള്ളത്, എത്ര പേരാണ് ആ ടീമിൽ ഉണ്ടാവുക, മൊത്തം ഓപ്പറേഷൻ രീതി എന്ന് പറയാം. ബലാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കാർഗോ ഓപ്പറേഷന്റെ ഭാഗമാണ്. അപ്പോൾ ഏതൊരു കപ്പലിൻ്റെയും കാർഗോ ഓപ്പറേഷൻ പ്ലാൻ നോക്കിയാൽ അതിൽ സ്റ്റേജ് വൈസ് എത്ര ബലാസ്റ്റ് അല്ലെങ്കിൽ കപ്പലിലേക്ക് എടുക്കണം, എത്ര വെള്ളം കപ്പലിൽ നിന്ന് കളയണം എന്നൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കാർഗോന് നമ്മുടെ കപ്പൽ വന്നാൽ കപ്പലിൽ ഡ്യൂട്ടി ഓഫീസേഴ്സ് ഉണ്ട്, ചീഫ് ഓഫീസർ ഉണ്ട്. ചീഫ് ഓഫീസറാണ് ഈ കാർഗോ പ്ലാൻ തയ്യാറാക്കുക. അദ്ദേഹം പ്ലാൻ തയ്യാറാക്കിയിട്ട് ഡ്യൂട്ടി ഓഫീസേഴ്സിന് കൈമാറും. എന്നിട്ട് ഈ ബലാസ്റ്റ് ഓപ്പറേഷൻ ഓവർസീ ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് ചീഫ് മേറ്റാണ്. എസ്പെഷ്യലി കണ്ടെയ്നർ ഷിപ്പിൽ ഒരുപാട് സാധനം ഷോർട്ട് ടൈമിൽ വരുന്നതുകൊണ്ട് കാർഗോ ഒക്കെ നോക്കുന്നത് ഡ്യൂട്ടി ഓഫീസേഴ്സും ബലാസ്റ്റ് സോൾലി നോക്കുന്നത് ചീഫ് ഓഫീസറും ആയിരിക്കും. എൻജിൻ റൂമിലാണ് ഇതിൻ്റെ പമ്പുകളുള്ളത്. അപ്പോൾ നമ്മൾ ബലാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ എൻജിൻ റൂമിൽ നോട്ടീസ് കൊടുക്കും, ഞാനിങ്ങനെ
ബലാസ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകണം വിത്തിൻ ഹാഫ് ആൻ അവർ. അപ്പോൾ അവർ അതിന് വേണ്ടിയുള്ള പവർ പാക്ക് ഓൺ ചെയ്യും. അപ്പോൾ പിന്നീട് നമ്മളെ ഇൻഫോം ചെയ്യും ബലാസ് പമ്പ് ഈസ് റെഡി ഫോർ ഓപ്പറേഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഓപ്പറേഷൻ ഈസ് സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ചീഫ് ഓഫീസർ. പുള്ളിയാണ് കാർഗോൻ്റെ എത്ര കാർഗോ വന്നു, എത്ര കാർഗോ പോയി, അതിനനുസരിച്ചിട്ട് ബലാസ്റ്റ് എടുക്കുന്നതും കളയുന്നതും ഈ ചീഫ് ഓഫീസറാണ്. ജനറലി ഒരു കാർഗോ ലോഡ് ചെയ്യുന്ന സമയത്ത് ബലാസ്റ്റ് കളയുകയും കാർഗോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബലാസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക കപ്പലിനെ നമ്മളൊരു സ്റ്റെബിലിറ്റി കണ്ടീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ തീപിടുത്തത്തിന്റെ കാര്യം സംസാരിച്ചു. സമാനമായി എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാവോ? നമ്മൾ തീപിടുത്തം നമുക്ക് കപ്പലിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഒരു തീപിടുത്തം ഉണ്ടായാൽ, ഒരു അപകടം ഉണ്ടായാൽ ഇതിനൊക്കെ പ്രതിരോധിക്കാനുള്ള എല്ലാ സിസ്റ്റംസും കപ്പലിലുണ്ട്. ഹ്യൂമൻ എററാണ് ലോകത്തുള്ള ഒരു 90% ആയിട്ടുള്ള ഷിപ്പിംഗ് ആക്സിഡൻസിൻ്റെയും പ്രധാന കാരണം. നമ്മൾ വരുത്തി വെക്കുന്ന ചില ചില്ലറ വീഴ്ചകൾ, അതൊരു ചെയിൻ ഓഫ് റിയാക്ഷൻ പോലെ പിന്നെ ഞങ്ങളുടെ എൻഡിൽ ഒരു ഡിസാസ്റ്റർ ആയിട്ട് അവസാനിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ പെർട്ടിക്കുലർലി നിങ്ങൾ ഫയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഫയറാണ് നമ്മൾ ഏറ്റവും പ്രിക്കോഷൻ എടുക്കുന്ന ഒരു സംഗതി കപ്പലിൽ. കപ്പലിലുള്ള എല്ലാ സാധനവും കത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയറിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു പ്രൈമറി കൺസേൺ കപ്പലിൽ. പിന്നീട് വരുന്നതാണ് ഈ ഹൾ ബ്രീച്ചും, നിങ്ങൾ നേരത്തെ പറഞ്ഞ കപ്പൽ പൊട്ടുക, ഇടിക്കുക, നാവിഗേഷണൽ ആക്സിഡൻറ്റ്സ്, വേറൊരു കപ്പലുമായിട്ട് കൂട്ടിയിടിക്കുക, നാവിഗേഷൻ്റെ സമയത്ത് ഡെപ്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടെ പോയിട്ട് കപ്പൽ നിലം തൊട്ടിട്ട് പിന്നെ ഹോളായിട്ട് പിന്നെ ലീക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് അപകടങ്ങൾ. നമുക്കൊരു എല്ലാ കപ്പലിലും ഒരു കോണ്ടിൻജൻസി പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു അപകടം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു ബൈബിൾ തന്നെ അവിടെയുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ 10-25 ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വെള്ളം കയറി എന്ത് ചെയ്യണം, ഫയർ ഉണ്ടായാൽ എന്ത് ചെയ്യണം, കപ്പൽ നിലം തൊട്ടാൽ എന്ത് ചെയ്യണം, കപ്പലിൽ തീ പിടിച്ചാൽ എന്ത് ചെയ്യണം, കപ്പലിൽ നിന്ന് ഒരാളെ കാണാണ്ടായി അങ്ങനെ ആയാലും എന്ത് ചെയ്യണം, കപ്പലിൽ ഈ പറഞ്ഞ സിസ്റ്റം ഉണ്ടായി, ആംഗിൾ ഓഫ് ലോയിലുണ്ടായി എന്ത് ചെയ്യണം, എക്സസീവ് ലിസ്റ്റ് ഉണ്ടായി എന്ത് ചെയ്യണം, ഹെവി വെതർ വന്നാൽ എന്ത് ചെയ്യണം. അങ്ങനെ നമുക്കൊരു വലിയൊരു ബുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റെഫർ ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാണ് അവിടെ തന്നെ. അതിൽ നമ്മൾ വീഴ്ചകളൊക്കെ വരുത്തുമ്പോഴാണ് സംഗതി കയ്യിൽ നിന്ന് പോകുന്നതും വലിയ ഒരു ഡിസാസ്റ്റർ ആയിട്ട് അത് മാറുന്നതും.